ടെഡെക്സ് ഒരിക്കലും പറയാറില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം, മലയാളത്തിൽ സംസാരിക്കണം, അങ്ങനെ ഒരു ആസ്പെക്ട് ഇല്ല. അതുകൊണ്ട് ഭാഷ എന്താണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ ലോകത്തിലും ഒരേപോലെയാണ്. കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളികൾക്ക് അവർ ചെയ്ത കാര്യങ്ങൾ, അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക. അതാണ് ടെഡെക്സ് പൂങ്കുന്നം തൃശ്ശൂരിൻ്റെ ഒരു എജൻഡ. US, യൂറോപ്പ്, ആഫ്രിക്ക, നമ്മുടെ ഇന്ത്യന് ആൻഡ് ജപ്പാൻ, ഇവരെ എല്ലാവരുടെയും ആശയം കേരളത്തിനെ ഉദ്ദേശിച്ചാണ്. ഇവരെല്ലാവരും ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തെ നോക്കണു, ആസ് എ ബിസിനസ് പൊസിഷൻ കേരളത്തിൽ നോക്കണു, ആസ് എ സോഷ്യൽ ഇമ്പാക്ട് ചെയ്യാൻ കേരളത്തിൽ നോക്കണം. മുംബൈയിലും ഡൽഹിയിലൊക്കെ നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഈ കാര്യത്തിനെ പറ്റിയൊക്കെ അറിയാം. സോ വെൻ വി ബ്രിങ് ദാറ്റ് ടു കേരളം ഓർ ഫോർ ദാറ്റ് മാറ്റർ തൃശ്ശൂർ, വി ഓൾസോ വാണ്ട് ദ സെയിം എക്സ്പോഷർ, അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് ടോക്സ് ദാറ്റ് യു വാണ്ട്, ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ദാറ്റ് പീപ്പിൾ റിയലി വാണ്ട് ടു. ആൽഗോരിതം എന്ന് അറിയാം, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് വെറും ആ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള എല്ലാ സബ്ജക്ട്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ച് ടാർഗറ്റ് ചെയ്തിട്ട് ഇറ്റ് ആംപ്ലിഫൈസ് ദ റീച്ച് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ലോകത്തെ മാറ്റിമറിച്ച് എത്ര മഹത്തരമായ ഐഡിയകൾ അല്ലെങ്കിൽ ആശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഈ ടെഡെക്സ് എന്ന് കേട്ടിട്ടില്ലേ? ഇനി കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ടെഡെക്സ് വരികയാണ് തൃശ്ശൂരിലേക്ക്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ടെഡെക്സിൻ്റെ സംഘാടകരായ വിനയ് നായരും ആതിര രാജനുമാണ്. വെൽക്കം. Thank you for having us here. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ. അപ്പോൾ ടെഡെക്സ് പൂങ്കുന്നം, എന്തുകൊണ്ട് തൃശ്ശൂരിനെ തിരഞ്ഞെടുത്തു? ഈ ടെഡെക്സ് പൂങ്കുന്നം എന്താണ് അതിന്റെ പ്രത്യേകത, പറയൂ. ഈ ഒരു ചോദ്യം എന്നോട് ഒരുപാട് വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഐ വാസ് ബോൺ ഇൻ ഗുരുവായൂർ. ഓക്കെ, അത് മാത്രമല്ല, തൃശ്ശൂർ ഈസ് സെൻട്രലി ലൊക്കേറ്റഡ്, ക്ലോസസ്റ്റ് ടു ബോത്ത് ദി എയർപോർട്ട്സ്. ആൻഡ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തൃശ്ശൂർ ഇസ് എപ്പിസെൻറ്റർ ഓഫ് ഇറ്റ്. ആൻഡ് ടെഡെക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന് ലോഞ്ച് ചെയ്യാൻ പെർഫെക്റ്റ് ഏരിയ ആണ് തൃശ്ശൂർ. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ടെഡെക്സ് പൂങ്കുന്നം തൃശ്ശൂർ. അപ്പോൾ എല്ലാ വർഷവും ഒരു തീം ഉണ്ടാവുമല്ലോ. പറഞ്ഞു തൃശ്ശൂർക്കാരനാന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ ഗഡികളെ മാത്രമല്ല, തൃശ്ശൂരിന് എന്താണ് സ്വന്തമായിട്ടുള്ളത് അത് പുറം ലോകത്തേക്ക് എത്തിക്കുക, രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ വർഷവും ഒരു തീം ഉണ്ടാവും. ഈ വർഷം ടെഡെക്സിന്റെ തീം എന്താണ്? ഈ വർഷത്തെ ടെഡെക്സിന്റെ തീം ആക്ച്വലി തൃശ്ശൂർക്കാരുടെ ആലോചന പോലെ തന്നെയാണ്. ദേ തിങ്ക് ബിഗ്. സോ we are talking about some people who think big. So ഈ വർഷത്തെ തീമാണ് some think big. ഓക്കെ, അപ്പോൾ തൃശ്ശൂർക്കാർ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും അതിലേക്ക് വരിക. നമ്മൾ മുകേഷ് അംബാനി, ധീരുഭായ് അംബാനി, ഇവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, തിങ്ക് ബിഗ്, തിങ്ക് ഗ്രേറ്റ്, അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയയിലാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് സംഘടിപ്പിക്കാൻ പോകുന്നത്? ഈ വർഷത്തെ ടെഡെക്സിന്റെ പ്രത്യേകത വെച്ചാൽ സ്പീക്കേഴ്സ് is coming from different parts of the world. US, യൂറോപ്പ്, ആഫ്രിക്ക, നമ്മുടെ ഇന്ത്യന് ആൻഡ് ജപ്പാൻ, ഇവരെ എല്ലാവരുടെയും ആശയം കേരളത്തിനെ ഉദ്ദേശിച്ചാണ്. ഇവരെല്ലാവരും ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തെ നോക്കണു, ആസ് എ ബിസിനസ് പൊസിഷൻ കേരളത്തിൽ നോക്കണു, ആസ് എ സോഷ്യൽ ഇമ്പാക്ട് ചെയ്യാൻ കേരളത്തിൽ നോക്കണു. ദ ഡൈവേഴ്സിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അത് നമ്മുടെ ഈ ടോക്കിലുണ്ട്. തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്തിട്ടും കേരളത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഇവന്റ്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് ദ ഐഡിയ ഓഫ് പുട്ടിങ് തൃശ്ശൂർ ഓൺ ദ ഗ്ലോബൽ മാപ്പ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു സംശയം തോന്നും, എങ്ങനെയാണ് ഈ സ്പീക്കേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? ലോകത്ത് പലയിടത്തു നിന്നുമുള്ള ഇത്രയും പ്രമുഖരായ സ്പീക്കേഴ്സിനെ അത് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ഏത് തരത്തിലുള്ള ഒരു സ്റ്റോറീസാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റിവിറ്റിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള ടോക്കുകളായിരിക്കും ഇവിടെ. ആബ്സല്യൂട്ട്ലി, ആൻഡ് റിയലി താങ്ക് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂറേഷൻ പ്രോസസ് ടെഡെക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ടെഡെക്സ് ഇസ് എൻ ഇൻ്റർനാഷണൽ ഇവൻറ്റ്. അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡൈസ് ഗൈഡ് ലൈൻസ് ഉണ്ട്. നവംബർ 2024 തൊട്ടാണ് ഞങ്ങളുടെ ഇതിൻ്റെ ക്യൂറേഷൻ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത്. ലോക്കൽ സ്പീക്കേഴ്സിനെ കണ്ടുപിടിക്കുക, അതേപോലെ ഇൻ്റർനാഷണലിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ വി ഹാവ് ട്രൈ ടു ഫിഗർ ഔട്ട് അവരുടെ എജൻഡ ആണ്. തൃശ്ശൂരിന് വേണ്ടിയുള്ള ഒരു എജൻഡ, കേരളത്തിന് വേണ്ടിയൊരു എജൻഡ, അത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഈ ക്യൂറേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ ടെഡെക്സ് സ്പീക്കർ ഹാസ് ടു ഹാവ് എൻ ഐഡിയ വിച്ച് ഹാസ് ക്രിയേറ്റഡ് എൻ ഇമ്പാക്ട് ഓൾറെഡി. അതാണ് എൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവരുടെ കഥ പറയലല്ല, അത് നമ്മൾ അവരൊരു ഇൻട്രൊഡക്ഷനോ അതിൻ്റെ ഒന്നും അല്ല. 18 മിനിറ്റാണ് അവർ സംസാരിക്കുന്നത്. ഈ 18 മിനിറ്റിൽ ഞങ്ങൾ ഈ ക്യൂറേഷൻ പ്രോസസ്സിൽ വി ഹാവ് ഫിഗർഡ് ഔട്ട് അവർ എങ്ങനെയാണ് അവർ ചെയ്ത കാര്യങ്ങൾ നടത്തിയെടുത്തത്. അതൊരു മോഡലായിട്ട് അവരെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കണം. ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇതാണ് ഒരു ഇൻസ്പിറേഷൻ. ഈ ആൾക്കാർ പോയി ഓരോ സിറ്റുവേഷൻസ്, അവരുടെ ഒരു കാഴ്ചപ്പാട്, അത് ഇപ്പോൾ അല്ലെങ്കിൽ നാളെ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കണ്ടാവും. ഈ ഒരു ടോക്ക് അവർക്ക് പ്രചോദനം.
അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇവരുടെ ഐഡിയാസ് ഇടുമ്പോൾ അത് ചിലപ്പോൾ ഒരു ആഫ്രിക്കയിലോ ഒരു ജപ്പാനിലോ ഒരു ഓസ്ട്രേലിയയിലോ അതുപോലത്തെ സാഹചര്യത്തിൽ പോണ ഒരാൾക്ക് അതൊരു പ്രചോദനമാണ്. ആൻഡ് ദാറ്റ് മോഡൽ ഇസ് വാട്ട് ദ ക്യൂരേഷൻ ഹാപ്പൻസ് ആൻഡ് ദാറ്റ് ഈസ് ദ പൊസിഷനിങ് ഓഫ് ഹൗ TEDx വർക്ക്സ്. ഞാനിങ്ങനെ അത് പറയുമ്പോൾ വിചാരിക്കായിരുന്നേ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോക്ക് ചിലപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ആ വേൾഡ് മാപ്പ് ഇങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണുന്ന പലരിലേക്കും അവരുടെ തലച്ചോറിലേക്ക് ഒരു സ്പാർക്ക്, ഒരു ലൈറ്റാണ് പോകുന്നത്. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും ആ ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ ആ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. That's a very good way to put it out. That's absolutely nice way to put it out. In the darkness, in different parts of the world, ഈ ലൈറ്റ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. അത് എത്രത്തോളം ഓരോ കമ്മ്യൂണിറ്റിയെയും ഇമ്പാക്ട് ചെയ്യും അല്ലേ? ആബ്സല്യൂട്ട്ലി. അത് നല്ലൊരു തോട്ടാണ്. ബിക്കോസ് ഭാഷ വേറെ ആയിരിക്കും. TEDx ഒരിക്കലും പറയാറില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം, മലയാളത്തിൽ സംസാരിക്കണം, അങ്ങനെ ഒരു ആസ്പെക്റ്റില്ല. അതുകൊണ്ട് ഭാഷ എന്താണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ ലോകത്തിലും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നടക്കുന്ന സാഹചര്യം അത് മറ്റുള്ളൊരാൾക്ക് ഒരു മാറ്റം വരുത്താൻ ലോകത്തിൽ എവിടെയാണെങ്കിലും പറ്റും. അതൊരു ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല ഒരിക്കലും. അതുപോലെ നമ്മൾ പറയാറില്ലേ, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് വണ്ടേഴ്സ് പ്രവർത്തിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റുവാണ്ട എന്ന് പറയുന്നത് വലിയ പട്ടിണിയുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. വംശീയ വിദ്വേഷവും ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് റുവാണ്ടയിലെ കിഗാലിയാണ്. അവിടെ എല്ലാ മാസവും 4ാമത്തെ ആഴ്ച ആൾക്കാരങ്ങ് ഇറങ്ങുക. അവരുടെ പ്രസിഡന്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ ക്രിക്കറ്റ് സ്റ്റാർസ് അല്ലെ അവരുടെ ഫുട്ബോളേഴ്സ്, സെലിബ്രിറ്റീസ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന്, സാധാരണക്കാരെല്ലാവരും കൂടെ ചേർന്ന് സിറ്റി അങ്ങ് ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി, ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പം ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് വലിയ പവർഫുൾ ആണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ലോകത്തിൽ സാധിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്താണ് ഈ TEDx പൂങ്കുന്നം കമ്മ്യൂണിറ്റി? Absolutely. ഇതിനെപ്പറ്റി ഞാൻ request Adira to speak about it because the whole community volunteer experience is something she has designed. Okay. So കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ആസ് വി സ്റ്റാർട്ടഡ് വിത്ത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാട്ടിലും കൂടുതലാണ് ദ റെസ്പോൺസ് ദാറ്റ് വി ഗോട്ട്. ഈവൻ വെൻ വി ടോക്ക് അബൌട്ട് വോളണ്ടിയേഴ്സ്, നമുക്ക് ഓരോ വോളണ്ടിയർ വന്ന ഇനീഷ്യൽ സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് എ ചേഞ്ച് ജസ്റ്റ് ബീങ് എ പാർട്ട് ഓഫ്, എന്താ പറയുക, TEDxന്റെ ഒരു പാർട്ടായി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ഇനീഷ്യൽ സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും കാണുമ്പോൾ വി കുഡ് സീ ദ ഇമ്പാക്ട് ദാറ്റ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ്. സോ ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക TEDx ലൈക്ക് ദാറ്റ്, it is a great platform അങ്ങനെ. So yeah, I'd like to add some ideas into this. Couple of experiences I personally went through. We have volunteers, a group of volunteers who are students who have come across together to make this event happen. അപ്പോൾ ഈ സ്റ്റുഡൻസിൽ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ചേഞ്ച് ആണ്. വെൻ വി ഫസ്റ്റ് ഇന്റർവ്യൂ സം ഓഫ് ദ വോളണ്ടിയേഴ്സ്, വി ലുക്ക് അറ്റ് ദ ഇൻറ്റെൻറ്റ്. അവരെന്തിനാണ് ഇതിന് വരാൻ നിൽക്കുന്നത്, ദി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ TEDx പ്ലാറ്റ്ഫോം. ആൻഡ് വെൻ ദേ ആർ പാർട്ടിസിപ്പേറ്റഡ്, അവർ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വളരെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവർ സ്പോൺസേഴ്സിനോട് സംസാരിക്കുക. ഓൾറൈറ്റ്, ദാറ്റ്സ് ലൈക്ക് ഡൂയിങ് സെയിൽസ്. ഇറ്റ്സ് വൺ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ദം ടു ഡു സെയിൽസ്. അവർ ഓപ്പറേഷൻസ്, അവർ പല ചാലഞ്ചസ്, പല ഇഷ്യൂസ് കാണുമ്പോൾ ദാറ്റ് ഇസ് ഹൗ ലൈക്ക് റണ്ണിങ് എ കമ്പനി. ഇന്ന് they are coming forward and building ideas. A lot of people started as introverts, but now they are confident to speak on phone. They are confident to engage and explain the idea. ഇത് സംസാരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആൾക്കാരുണ്ട്. ചിലർക്ക് നല്ലപോലെ അറിയാം TEDxനെ പറ്റി, ചിലർക്ക് തീരെ അറിയില്ല. അപ്പോൾ എല്ലാ രീതിയിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. So daily they have been doing this, and for the last 6-7 months of preparation they have changed completely. And this community and this change that we have brought in is something very impactful for the next generation coming forward. And that's what I really think TEDx is creating as an impact also. So when you say about community, it's a total community driven experience, and through this community we are bringing about a change, and adana oru social impact event inde. It's like an idea hub. അപ്പോൾ ആ ഐഡിയ ഹബിൽ പലതരത്തിലുള്ള സ്കിൽസ്, ഈ പറയുന്ന പോലെ ബേസിക് സെയിൽസ് സ്കില്ലാണെങ്കിലും ആ സെയിൽസിലേക്ക് വരണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും അങ്ങനെ ഓരോ സ്കില്ലിന്റെ ഒരു കൂട്ടം, ഒരു ഹബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പറയുന്ന ആ ഐഡിയ ഹബിൽ നിന്ന് പലർക്കും പല ഐഡിയാസും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുമല്ലോ നിങ്ങളുടെ ഒരു പ്രവർത്തനം. അതെ, സ്പീക്കർ തൊട്ടിട്ട് വോളണ്ടിയർ വരെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ TEDx പൂങ്കുന്നം തൃശ്ശൂർ. ഈ ഒരു 6-7 മാസം പിന്നെ ദി കോൺസിക്യൂട്ടീവ് ഇവന്റ്സ് ദാറ്റ് വിൽ ഹാപ്പൻ, it will bring a generation of idea or change makers.
വോളണ്ടിയർ പൊസിഷനിൽ നിന്നിട്ട് ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവർ കാണുന്നത് ദേ ആർ സീയിങ് ത്രൂ ക്യൂരേഷൻ പ്രോസസ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടുന്നുണ്ട് എല്ലാ ടോക്കിൻ്റെയും. It inspires them personally to do things in their life. And we have seen a lot of times that these people go forward. It's like a short course. ഒരു കോളേജിലും ഇതിലും കിട്ടുന്ന ഒരു ഡയറക്റ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് വി ആർ ഏബിൾ ടു ബ്രിങ് TEDx ടു ദിസ് സ്റ്റേറ്റ് ആൻഡ് ബി ഏബിൾ ടു ഡു ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ലീഡേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? Absolutely. അതെ. Absolutely. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 101 എന്ന് പറയുന്നത് എന്താണ്? ഈ 101 അത് തൃശ്ശൂർ ലോഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? Okay, 101 is one of the portfolio companies we have. What 101 does is completely game changing. 101 is an algorithm marketing. We're a technology company which produces algorithm marketing. Algorithm marketing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ machine learning protocols ഉപയോഗിച്ചുകൊണ്ട് social media is completely all about algorithms. And algorithms is built AI based and AI യുടെ backend is machine learning protocols. ആ രണ്ട് മൂന്ന് machine learning protocols ഉപയോഗിച്ചാണ് we create or generate content that helps reach the target audience. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ 101 ക്യാൻ ഗോ ആൻഡ് ഡയറക്ട്ലി റീച്ച് അവർ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പോൾ TEDx പോലത്തെ ഒരു ഇവന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി ആർ ഏബിൾ ടു അച്ചീവ് യൂസിങ് ദിസ് ടെക്. ആൻഡ് വി ഹാവ് മോർ ദാൻ 110 clients world over. And with the launch of 101 in Thrissur, we bring this complete tech stack to businesses over here which can enable their marketing experiences. As simple as that. അതെ. And അതിന്റെ ഒരു ഷോക്കേസ് ആണ് നമ്മുടെ TEDx പോകുന്ന തൃശ്ശൂർ വരെ. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരോട് ഈ അൽഗോരിതം മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുക ഇന്ന ബ്രാൻഡിൻ്റെ ഷൂ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇനി അടുത്തത് തുറക്കുമ്പം എനിക്ക് വരുന്ന സജഷൻസ് അതായിരിക്കും. ഇതേ ഇമെയിൽ ഐ ഡിയിൽ ഞാൻ എൻ്റെ ഓഫീസിലെ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പം അവിടെ വരുന്ന സജഷൻസ് അതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പറയുന്ന ഓരോ പുതിയ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് സജഷൻസ് ആയിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിലായിരിക്കും കൃത്യമായി നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണോ? ഞാൻ ഇതിന്റെ ഒരു വളരെ സിമ്പിൾ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 3 മഷീൻ ലേണിംഗ് പ്രോട്ടോകോൾസ് ഇതിലുണ്ട്. എനിക്കറിയാം കുറച്ച് ടഫ് വേർഡ്സ് ആണ്, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മഷീൻ ലേണിംഗ് പ്രോട്ടോകോൾസ് പറഞ്ഞാൽ ഒന്ന് മോഡൽ ബേസ്ഡ് ട്രെയിനിങ്, സെക്കൻഡ് ഇസ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്, തേർഡ് ഇസ് നോളജ് ഓഫ് നിയറസ്റ്റ് നെയ്ബർ. ഐ നോ വെരി കോംപ്ലിക്കേറ്റഡ് ടേംസ്, ബട്ട് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്തു തരാം. മോഡൽ ബേസ്ഡ് ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താ, നമ്മളത് നമ്മുടെ ആൽഗോരിതം പറഞ്ഞു കൊടുക്കണം. പക്ഷേ ആൽഗോരിതം നമ്മൾ പറയുന്നത് മാത്രം കേൾക്കില്ല. ബിക്കോസ് ആൽഗോരിതമിൻ്റെ അടുത്ത് ഒരു കോവർട്ട് ഓഫ് ഡേറ്റ ഉണ്ട്. എവറി ആക്ഷൻ ദാറ്റ് യു ടേക്ക് ഓൺ എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം റെക്കോർഡ്സ് യുവർ ഡേറ്റ. ആൻഡ് therefore, if you look at the explore page, as you said, Instagram or Facebook knows very absolutely who you are. More than your husband, actually. Yes. And that is a reality that we are living in today. Yes. Okay. Atrey cohort of data and diatom, we cannot tap into it as a business. However, when you use algorithm marketing and we reverse engineer this, instance based learning എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഒരു ക്രൗഡ് ഡേറ്റ, നമ്മുടെ മോഡലിൻ്റെ ബേസിസിൽ ഒരു ക്രൗഡ് ഡേറ്റയുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു ടെസ്ലയുടെ കാറ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ആ കാറിൻ്റെ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ആ ഒരു ഐഡിയ എത്ര പേര് എൻഗേജ് ചെയ്യുന്നുണ്ട്. ടെസ്ലയുടെ ഒബ്വിയസ്ലി പല മാഗസീൻസൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പീപ്പിൾ ആർ എൻഗേജിങ് വിത്ത് ദാറ്റ് കണ്ടന്റ്. ആ പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ആൾക്കാർ ഒരു പ്രത്യേക ടോപ്പിക്കിനോട് സംസാരിക്കുന്നു. ആ ആസ്പെക്റ്റിൽ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീച്ചേഴ്സ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ദേ ഡോണ്ട് നീഡ് ടു ബി ഫോളോയിങ് യു ഓൾസോ. സോ ദാറ്റ് ഇസ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ്. രണ്ടാമത്തെ കാര്യം, ആസ് യു സെയ്ഡ്, ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലൈക്ക് ടു വർക്ക് ഔട്ട്, കുറച്ച് കാലം വർക്കൗട്ടിനെ കണ്ടിട്ട് കാണണ്ടോ, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലീജർ ആക്ടിവിറ്റി കാണാൻ തുടങ്ങും, ഡയറ്റേ പറ്റി കാണാൻ തുടങ്ങും. ഇതൊക്കെ നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണ്. അപ്പോൾ ആൽഗോരിതം എന്ന് അറിയാം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് വെറും ആ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള എല്ലാ സബ്ജക്ട്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ച് ടാർഗറ്റ് ചെയ്തിട്ട് ഇറ്റ് ആംപ്ലിഫൈസ് ദ റീച്ച് ഓഫ് ദ target audience and stuff like that. So it does it very organically, very naturally. We don't run ads or anything like this. Properly done the way the algorithm is working. ഇന്നത്തെ കാലത്ത് 2025 without this you cannot achieve the right organic growth socially. അതെ, പറഞ്ഞ 100% ശരിയാട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ ബേസിക് AI ആപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡർ വരും. ഈ പറയുന്നത് പോലെ എക്സസൈസ് ചെയ്യാൻ സമയമായി, ജസ്റ്റ് സ്റ്റാൻഡപ്പ്, അല്ലെങ്കിൽ ആ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യം 3-4 ദിവസമായി മറ്റുള്ളവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്രിസ്റ്റിന യു വിൽ ബി ഫോളോയിങ് ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മൾ ചിലപ്പം തുടങ്ങിയിട്ട് മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരെയാണോ ലക്ഷ്യമിടുന്നത് ആ കമ്മ്യൂണിറ്റിയിലേക്ക് കറക്റ്റായിട്ട് ചെല്ലാൻ അത് സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെ പല രീതിയിലും പല ആൾക്കാർ AI-നെ മിസ്റിപ്രസെന്റ് ചെയ്യാറുണ്ട്. And that's why we never talk that we are an AI platform.
വി ബിൽഡ് മെഷീൻ ലേണിംഗ് പ്രോട്ടോകോൾസ് ആൻഡ് ആ മെഷീൻ ലേണിംഗ് പ്രോട്ടോകോൾസിൻ്റെ റിസൾട്ട് വരുന്നതാണ് നിങ്ങൾ ഈ AI ആയിട്ട് കാണുന്നത്. And we are active since 2019, way before ChatGPT existed. And today, ChatGPT is the first example of what people can see as AI. അപ്പോൾ machine learning is what I say the way forward is. അപ്പോൾ AI പഠിക്കണതല്ല, machine learning മനസ്സിലാക്കുക, and that is something which you can do on your own as well. There's enough resources online to understand these models. കുറച്ച് വായിക്കുക, കുറച്ച് പഠിച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. അതെ. ഇനി ബാക്ക് ടു തൃശ്ശൂർ. തൃശ്ശൂർ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സാംസ്കാരിക നഗരിയാണ്, പൂരത്തിന്റെ നാടാണ്. ഒരുപാട് കലാകാരന്മാരും പല സാംസ്കാരികമായ പ്രത്യേകതകളും ഉള്ള നാടാണ്. നമ്മൾ തൃശ്ശൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണെങ്കിലും പരസ്പരം ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നതാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ പല വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന 101 എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഒരു ലോക്കൽ കൾച്ചറിൽ, അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, അതിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും? 101 ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈസ് മൈ മീൻസ് ടു എൻറ്റർ ദ മാർക്കറ്റ്. എ ബിസിനസ് എൻട്രി ഹെൽപ്സ് us ടു എസ്റ്റാബ്ലിഷ്. ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് ആസ് എൻ ഓർഗനൈസേഷൻ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വി ആർ പ്ലാനിങ് ടു ക്രിയേറ്റ് എ പ്രോപ്പർ ക്രിയേറ്റർ സ്പേസ്. ആ ക്രിയേറ്റർ സ്പേസിൽ വി ഹാവ് എൻ ഇൻഫ്ലുവൻസർ ഇക്കണോമി, വി ഹാവ് എൻ ഇൻഫ്ലുവൻസർ കൾച്ചർ, we have businesses who are dependent on this communication method to reach the target audience. ഇതെല്ലാം ലാൻഡ്സ്കേപ്പ് ഓർഗനൈസ് ചെയ്യുക. അത് തൃശ്ശൂരിന് വെച്ച് തുടങ്ങിയിട്ടാണ് വി ആർ ലുക്കിംഗ് ടു എക്സ്പാൻഡ് ദ ഹോൾ കേരള മാർക്കറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെഡ് ടോക്സ് മിക്കവാറും കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിലെ ഓരോ എലമെന്റ്സും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഓരോ വ്യക്തികളുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ അല്ലെങ്കിൽ ഒന്നിലേറെ പ്രത്യേകതകളുണ്ടാകും, നമ്മളെ റിഫൈൻ ചെയ്യും ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് ഈ ടെഡെക്സ് പോകുന്നു അവർ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ടെഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഞാൻ കണ്ടു തുടങ്ങിയത് ഭയങ്കര ചെറുപ്പത്തിലെ. ഇറ്റ് വാസ് എൻ എക്സ്പോഷർ കൈൻഡ് ഓഫ് തിങ്. നമ്മൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ താമസിച്ചു വന്ന ആൾക്കാർ, നമുക്ക് അതൊക്കെ വെൻ വി സീ ദാറ്റ് ഓൺലൈൻ, ദർ ആർ ഇൻസ്റ്റൻസസ് വെയർ വി സ്പോക്ക് അബൌട്ട് ദ സ്പാർക്ക്. അത് that's how it just sparks inside you. So that kind of exposure നമ്മൾ അവിടെ മുംബൈയിലും ഡൽഹിയിലൊക്കെ നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഈ കാര്യത്തിനെ പറ്റിയൊക്കെ അറിയാം. So when we bring that to Kerala, or for that matter Thrissur, we also want the same exposure, അല്ലെങ്കിൽ the kind of talks that we want, the kind of community that people really want to. ശരിക്കും പറഞ്ഞാൽ ഇവിടെ they really want to do that, പക്ഷെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും ഇല്ല. So that is what we are wanting to bring forward ഇവിടെ. And yeah, I look at this as a catalyst basically. Yeah. Now Kerala has youth who has studied abroad or here, but they shy away from coming back to Kerala. That lack of opportunities കാരണം. ആ lack of opportunities കാരണം എന്താ വെച്ചാൽ lack of exposure ആണ്. അപ്പോൾ TEDx പൂങ്കുന്നം തൃശ്ശൂർ നാട്ടിൽ നടക്കുമ്പോൾ അതൊരു കാറ്റലിസ്റ്റ് പോലെ പ്രൊവൈഡ് ചെയ്യണം. I'll tell you one personal experience we both had. We were in a cafe. We were just discussing about TEDx Pungunam and everything. Suddenly just someone came up, gave us a piece of cake. Told he was really, really happy that something which he has been growing up watching is coming to his own hometown. That is the kind of reception. That's a youth, representation of a youth who is really desperate or really frustrated about the kind of lack of opportunities they want to do. Naatile youth wants to do something for their own. നമ്മുടെ സ്വന്തം നാടിന് വേണ്ടി I am a person like that. നമുക്ക് give it back to the society. നമ്മുടെ സ്വന്തം നാട് നല്ലപോലെ പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്, പക്ഷെ അതിന് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഒരു എക്സ്പോഷർ കൊണ്ടു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ടെഡെക്സ് പൂങ്കുന്നം നടക്കണു, പല ആൾക്കാർക്ക് മെല്ലെ മെല്ലെ ഇതിനെപ്പറ്റി മനസ്സിലാവാൻ തുടങ്ങും. ആ ഒരു മനസ്സിലാവലാണ് ആ എക്സ്പോഷർ വരത്തില്ല. നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കാം, ഇങ്ങനെ കുറേ ആൾക്കാർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പോഷർ ത്രൂ ഇവർ പലപ്പോഴും നമ്മൾ പാരൻസിന് കുട്ടികൾ പറയണത് മനസ്സിലാവാറില്ല. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ജനറേഷൻ ഗ്യാപ്പ്. അപ്പോൾ വെൻ ദേ സീ പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എക്സ്പോഷർ കാരണം ദർ വിൽ ബി എ പൊസിഷനിങ് ഓർ ദർ വിൽ ബി എ പ്രൊമോഷൻ ഫ്രം ദ ഫാമിലി സൈഡ് ദാറ്റ് ഓക്കെ നീ ചെയ്യും, നീ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ചെയ്യും. ആ ഒരു പുഷ് കിട്ടുമ്പോൾ തന്നെ മക്കൾക്ക് പകുതി സമാധാനമാണ്. ഓക്കെ, ഫാമിലി സപ്പോർട്ട് ഇസ് ദെയർ ഫോർ മൈ ഐഡിയ, ദോ ഐ എം തിങ്കിങ് സംതിങ് ഡിഫറെൻറ്റ്, കൺവെൻഷനൽ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നു. ആ കാര്യങ്ങളും എനിക്കൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാവും.
മമ്മൂക്ക് പറയുന്ന പോലെ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ, അനുഭവങ്ങളുടെ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് എന്ന് പറയുന്നത് വേറൊരു കാലത്തിലെ ആൾക്കാരായിരിക്കും. അപ്പം ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെയും AI-യുടെയും അതീവ സ്പീഡിലുള്ള വളർച്ചയുടെയൊക്കെ കാലത്തെ കുട്ടികൾ അവരെന്ന് പറയുന്നത് വേറൊരു ലോകത്ത്, ഒരു സെപ്പറേറ്റ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുട്ടികൾ വേറൊരു ഗ്രഹത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പേരൻസിന് പിടികിട്ടണമെന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ് ഇതിൽ സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്രകൾ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് എൻറിച്ച് ചെയ്യുന്നു. നമ്മൾ ശരിക്കും ചെയ്യുന്ന ഒരു യാത്രയല്ലേ? കാരണം നമ്മളിൽ കൂടെ അവരുടെ സംസ്കാരം, അവരുടെ ഭക്ഷണ രീതി, ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ചില സ്റ്റോറികളിലൊക്കെ അവരുടെ ഭക്ഷണ രീതി, അവരുടെ നാട് എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പൂങ്കുന്നവും ആ ഒരു വേൾഡ് മാപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? അതെ, ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂരിന് ഗ്ലോബൽ ഫുട് പ്രിന്റ്, അതാണ് ഈ ടെഡെക്സ് പൂങ്കുന്ന തൃശ്ശൂരിന്റെ ബേസിക് എക്സ്പെക്ടേഷൻ. പിന്നെ പാരൻസ് പറഞ്ഞ പോലെ ഐ റിയലി തിങ്ക് ദാറ്റ് ഈവൻ ഐ ഹാവ് എ ജനറേഷൻ ഗ്യാപ്പ്. ഐ എം എ മില്ലേനിയൽ, ബട്ട് ഐ കാൺട്ട് റിലേറ്റ് വിത്ത് ജെൻ ആൽഫ ഓർ ജെൻ ബീറ്റ, ജെൻ സി. അവര് ലോകത്തിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് through that 90-second video, 1-minute video is something which I'm not able to relate. പക്ഷേ ആ ഒരു gap is something which we want to close. If ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റിച്ചാൽ the gap between Gen Z and the parents gap can also be closed. So this pace of technology, the pace of culture that is changing worldwide is something that നമ്മുടെ നാട്ടിലും ഇറ്റ്സ് സംതിങ് ദാറ്റ് നമ്മുടെ നാട് ഓടുമ്പോൾ നടുവേ ഓടം പറയില്ലേ, അതാണ് ഇവിടുത്തെ ശരിക്കുള്ള കാര്യം. അതെ, ഇപ്പൊ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയമാണല്ലോ. തൃശ്ശൂർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉള്ള ഒരു സിറ്റിയും കൂടെയാണ്. അപ്പം എന്താണ് അവിടുത്തെ യങ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്? There is an എന്താ പറയാ, ഒരു ambassadors, that is ambassadors of തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഇസ് ബേസിക്കലി all of the people who have helped us. നമുക്ക് ഇതിപ്പം TEDx എന്ന് പറഞ്ഞ സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത there are a lot of influencers and people who have helped us. Not just these people, there are a lot of others who have come across with us എന്താ പറയാ, to help this whole event happen the way it is. So adokke kodita, that's how it is. And yeah, you want to add? So for any event a buzz has to be created. Yes. ഇന്നത്തെ കാലത്ത് ഈ ബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഓൾ റൈറ്റ്, they are part of the society and they are the Gen Z generation which can break down ഇത്രയും ഒരു ഇവന്റിനെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തത് നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. ആൻഡ് എവറി ഇൻഫ്ലുവൻസർ ഹാസ് കം ഓൺ ബോർഡ് ആസ് എ വോളണ്ടിയർ. ആൻഡ് they really want ഈ തൃശ്ശൂരിൽ ഇങ്ങനത്തെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതിന് മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പോർഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് us really proud. ഞാൻ പറയും ഗുരുവായൂർ കേശവനെ പോലെ പ്രൗഡി തോന്നും എനിക്ക്, ബിക്കോസ് ഇത്രയും സപ്പോർട്ട് തൃശ്ശൂരിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റി ഞങ്ങൾ കിട്ടിയിട്ട് ഇവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് ദിസ് ഇവന്റ്. Individually me or our organization cannot make TEDx Pungunam Thrissur happen because it's a community thing. It is for Thrissur, by Thrissur, from Thrissur. അതെന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗോസിപ്പുകളോ അല്ലെങ്കിൽ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് നല്ലതാണ്. മാത്രമല്ല അവരെ ആദരിക്കുക എന്ന് പറയുന്ന ആ കോൺസെപ്റ്റും വളരെ നല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളൊരു ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ താങ്ക്സ് പറയുന്ന ഒരേ ഒരു യന്ത്രമേ കാണത്തുള്ളൂ, ആ പഞ്ചിങ് മെഷീനാണ് താങ്ക് യു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഈ താങ്ക്സ് പറയുന്ന ശീലം അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വരേണ്ടതാണ്. അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് ആ ഒരു ആശയം കൂടി എത്തിച്ചേരും എന്ന് നമുക്ക് കരുതാം. നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് അല്ലെ നന്നായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമെന്നല്ലേ. അപ്പം ഡ്രീംസ്, മാനിഫെസ്റ്റേഷൻസ് അതെങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രീമേഴ്സ്, ചേഞ്ച് മേക്കേഴ്സ്, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? We want TEDx Pungunam Thrissur to be that platform അവർക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ. അടുത്ത വർഷം ഞങ്ങൾ ഇതിനേക്കാട്ട് കൂടുതൽ സമയം ഇതിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. വി ആർ മോർ ഹാപ്പി ടു ഗെറ്റ് മോർ സ്പീക്കേഴ്സ്, ലോക്കൽ പീപ്പിൾ ഫ്രം തൃശ്ശൂർ ഹു ക്യാൻ യൂസ് ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് എക്സ്പ്രസ് ദർ ഐഡിയാസ് ഔട്ട്. TEDx Pungunam തൃശ്ശൂരിൻ്റെ എജൻഡ തന്നെ തൃശ്ശൂരുകാർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ്. മൊത്തം കേരളത്തിന് നമ്മുടെ മലയാളികൾക്ക് അവർ ചെയ്ത കാര്യങ്ങൾ, അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് TEDx Pungunam തൃശ്ശൂരിൻ്റെ ഒരു എജൻഡ. ആൻഡ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്
ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ഗഡിയാണ്, തൃശ്ശൂരിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിന്റെ മാപ്പിൽ തൃശ്ശൂർ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്താണ് മനസ്സിലുള്ളത് വിനയുടെ? TEDx പൂങ്കുന്നം തൃശ്ശൂർ is the beginning of a change coming to തൃശ്ശൂർ. ഈ ഒരു ഫോമാറ്റ് വെച്ച് ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ആസ്പെക്റ്റിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തൃശ്ശൂരിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം മാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ക്ലിയർ ബിക്കോസ് നോബഡി ഹസ് പ്രോഫിറ്റഡ് ഫ്രം ദിസ് ഹോൾ ഇനിഷ്യേറ്റീവ് കമ്മിങ് ടുഗെദർ. ഈ ആൾക്കാരുടെ പാർട്ട്ണർഷിപ്പിൽ ഇനി അടുത്ത ഒരു വർഷം 2 വർഷം വി ആർ ഗോയിങ് ടു ബ്രിങ് എ ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഫോമാറ്റ് ഷോസ് which will change the whole cultural and dynamics of the city. ഇത് യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. It will bring exposure, international exposure to the people of Kerala, people of Thrissur. And with this, a lot of times ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് ബാക്കി സ്ഥലങ്ങളെക്കൂടെ 10 വർഷം പിന്നിലാണ്. ആ ഒരു ടൈം ജമ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു വിത്ത് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഓൾസോ. അപ്പോൾ തൃശ്ശൂരുകാരുടെ കാര്യം എന്തായാലും റെഡിയാകും ഫ്യൂച്ചറിലും. അപ്പോൾ ഞങ്ങൾ ഈ എറണാകുളംകാരുടെ ആലപ്പുഴക്കാരുടെയും ഒക്കെ കാര്യം ആരും നോക്കും, അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ? ആബ്സല്യൂട്ട്ലി. തൃശ്ശൂർ ഒരു തുടക്കമാണ്. കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം എല്ലായിടത്തും ഞങ്ങൾ over the next few years we want to expand and make sure that this change doesn't stop at Thrissur but gets spread to the whole of Kerala. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ആശയം വളരെ നല്ലതാണ്. കേരളം മുഴുവനും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആകാൻ, അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാൻ, ഈ പറയുന്ന 15 വർഷം നമ്മൾ പിന്നോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വർഷം മുന്നോട്ട് ഓടാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആതിര. താങ്ക് യു വിനയ്. Thank you. Thank you very much.